എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടും രുചികരമായിട്ടും അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു അയല പൊരിച്ചതാണ്. നമ്മുടെ എല്ലാ വീടുകളിലും നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കാറുണ്ട്. ഇനിയിപ്പോൾ പൊരിച്ചെടുക്കുന്ന മീനിന്റെ യഥാർത്ഥ രുചി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കൂ. ഇതുപോലെയൊക്കെ മീൻ പൊരിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപോലെ തന്നെ വയറു നിറയെ ഭക്ഷണം കഴിക്കുക. ഇനിയിപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ട് ഈ ഒരു മീൻ പൊരിച്ചത് മാത്രവും മതിയാകും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ട് നല്ലൊരു അയല പൊരിച്ചെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് അയല ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 5 അയലയാണ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അയല ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് വരയൊക്കെ ഒന്നിട്ട് കൊടുക്കാൻ പോവാണ്. മസാലകൾ വളരെ എളുപ്പത്തിൽ തന്നെ മീനിലേക്ക് പിടിച്ചു കിട്ടുന്നതിനായിട്ട് നല്ല അടുപ്പിച്ചടുപ്പിച്ചിട്ടായിരിക്കണം വരയിട്ട് കൊടുക്കേണ്ടതും. വരയിട്ട് കൊടുക്കുമ്പോൾ മാംസം അറ്റു പോകാത്ത രീതിയിലുമായിരിക്കണം. കൈകൊണ്ടൊന്ന് വിടർത്തി നോക്കിയാലോ ഉൾഭാഗം കാണുന്ന രീതിയിലായിരിക്കണം വരയിട്ട് കൊടുക്കേണ്ടതും. ആദ്യം ഒന്ന് അകത്തി വരയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചുകൂടെ വരയിട്ട് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ മസാലകൾ നല്ലവണ്ണം തന്നെ ഉള്ളിലേക്ക് പിടിച്ചു കിട്ടുന്നതും. ഇനി നമുക്ക് എല്ലാ മീനും ഇതുപോലെ തന്നെ ഒന്ന് വരഞ്ഞെടുക്കാം. മീൻ ഇപ്പോൾ മുഴുവനും തന്നെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടെ ഒന്ന് എടുത്തു വെക്കാം. ഈ ഒരു മീൻ പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് അധികം മസാലകളൊന്നും തന്നെ വേണ്ട. ഇനി ഒരു മൺചട്ടി എടുത്തു വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർക്കാം. അതിനുശേഷം 1/2 സ്പൂൺ അളവില് ചതച്ച കുരുമുളകും, ഇനി ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് കൂടുതൽ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു മീൻ പൊരിച്ചതിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഈ ഒരു മുളക് പൊടി കളർ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ രുചി കൂട്ടുന്നതിന് വേണ്ടിയിട്ടല്ല. ഇനി ഇതിന്റെ കൂടെ തന്നെ 1/2 സ്പൂൺ അളവിൽ ചതച്ച മുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും പൊടികളായാൽ പിന്നെ നമുക്കിതിലേക്ക് 1 നുള്ളു പെരിഞ്ജീരകപ്പൊടി കൂടെ ചേർക്കണം. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. വേണ്ടത് 1 സ്പൂൺ അളവില് വിനാഗിരിയാണ്. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങ നീര് കൂടെ ചേർക്കാം. തന്നെ നമ്മുടെ ഈ ഒരു മസാലകൾ കുഴച്ചെടുക്കുന്നതിനായിട്ട് 2 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീനെ രുചി കൂട്ടാനായിട്ട് 1 നുള്ളു വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയും ഉലുവപ്പൊടിയും ചേർക്കുമ്പോഴാണ് നമ്മുടെ മീൻ പൊരിച്ചതിന് പ്രത്യേക സ്വാദ് കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി എടുക്കാം. മസാലകൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മീനിലേക്കാണ് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇനി ഓരോ മീനും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലകൾ പുരട്ടിയെടുക്കാം. മസാലകൾ പുരട്ടിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മീനെ ഒന്ന് വളച്ചു പിടിച്ചതിന് ശേഷം മസാല തേക്കുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ മസാലകൾ മുഴുവനും പിടിച്ച് കിട്ടുന്നതാണ്. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന മീനെ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല സ്വാദ് കൂടെ കിട്ടുന്നതും. അങ്ങനെ ആദ്യം മീൻ ഇവിടെ മസാല പുരട്ടി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ മീനും ഞാനിവിടെ ഇതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനെ അധികം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കൂടി വന്നാൽ ഒരു 15 മിനിറ്റ് മീനിൽ മസാല പുരട്ടിയിട്ട് ഒരുപാട് സമയം വെച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മീനിന് രുചി കൂടണമെന്നില്ല. അധികം ഒന്ന് റെസ്റ്റ് ചെയ്യാതെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഈ ഒരു മീൻ ഫ്രൈക്ക് നല്ല രുചി കൂട്ടുന്നത്. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം മസാല പുരട്ടി വെച്ച മീനെ നമുക്കൊന്ന് വറുത്തെടുക്കാൻ തുടങ്ങാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചതച്ച് ചേർക്കുന്നത്. ഞാനിവിടെ 1 ബോൾ വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഒന്ന് മൊരിയിച്ച് മാറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൊരിഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെയാണ് മീനിട്ട് കൊടുക്കാനും പോകുന്നത്. ഓരോ മീനും ഒന്നിലൊന്ന് മുട്ടാതെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൊരിയിച്ചെടുത്ത എണ്ണയിൽ മീൻ പൊരിച്ചെടുക്കുമ്പോൾ ഇത് കഴിക്കാനും നല്ല സ്വാദായിരിക്കും. മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം 1 മിനിറ്റിന് ശേഷമാണ് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു വശം ഒന്ന് പാകമായി വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഭാഗവും ഒരുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പാനിൽ നിന്നും മീനെടുത്ത് മാറ്റാവുന്നതാണ്. ഇങ്ങനെ മീൻ പൊരിച്ചെടുക്കാനായിട്ട് അധികം എണ്ണയുടെ ഒന്നും ആവശ്യവുമില്ല. അതുകൊണ്ടാണ് നോൺ സ്റ്റിക് പാൻ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളതും. അങ്ങനെ 2 വശവും ഒരുപോലെ മുരിഞ്ഞു വന്ന മീനെ നമുക്കിനി പാനിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ്. ഒരു തരി പോലും പൊടിയാതെ തന്നെ നമ്മളിവിടെ ഇതുപോലൊന്ന് മുരിയിച്ചെടുത്തിട്ടുമുണ്ട്. തനി നാടൻ മസാലയിൽ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടില്ല അയല പൊരിച്ചത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊരു അയല പൊരിച്ചത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ
തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അയല പൊരിച്ചതിന്റെ കൂടെ തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മുരിയിച്ചത് കഴിക്കാനും നല്ല സ്വാദാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പാചകം ചെയ്ത് കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് നല്ല സ്വാദാണ്. ഒരു പ്ലേറ്റ് നിറയെ ചോറുണ്ണാനായിട്ട് ഈ ഒരു മീൻ പൊരിച്ചത് മാത്രം മതിയാകും. എത്ര കഴിച്ചാലും കൊതി തീരാത്ത ഈ ഒരു മീൻ ഫ്രൈയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കൂടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.